ബിജെപിയുടെ നേതാവ് ശ്രീ സന്ദീപ് വാചസ്പതി ചേരുകയാണ്. ശ്രീ സന്ദീപ്, ഇതിൽ എവിടേക്കോ ഇനിയും ഉത്തരം കിട്ടേണ്ട ഒരുപാട് ചോദ്യങ്ങളുണ്ട്. കാരണം അന്നത്തെ യുവതീ പ്രവേശനം ആചാരലംഘനം നടത്തും എന്ന പിടിവാശിയോടുകൂടി വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് നടത്തിയ ഒരു ഗുരുതരമായ ഒരു ക്രൈമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിലേക്കുള്ള വെളിച്ചം വീശ ഇതിന്റെ ടെസ്റ്റ് ഡോസായിരുന്നു തന്നെയും ശ്രീജിത്തിനെയും പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു എന്നത്. രണ്ടാമത്തെ പോയിന്റ്, ശബരിമല സംഘടിത സ്വർണ്ണ കവർച്ചയിലാണ് രണ്ടാമത്തെ പല ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുള്ളത്. അതിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഈ എ പത്മകുമാർ സ്വാഭാവികമായിട്ടും പലർക്കു വേണ്ടിയും ഇത്തരത്തിലുള്ള പണിയെടുത്തിട്ടുണ്ട് അല്ലെ? അതായത് ഞാൻ മനസ്സിലാക്കുന്നത് CPIM ഇതിനകത്ത് ഒരു വലിയ ഊരാക്കുടുക്കിൽ ചെന്നപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ പത്മകുമാറിനെ സംരക്ഷിച്ചാലും പത്മകുമാറിനെ എതിരെ നടപടി എടുത്താലും CPIM പെട്ടുപോകുന്ന ഒരു അവസ്ഥയാണിത്. കാരണം അങ്ങനെ കണ്ണും പൂട്ടി പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ CPIM സാധിക്കില്ല. പ്രത്യേകിച്ച് പിണറായി വിജയൻ അടക്കമുള്ള സംസ്ഥാനത്തെ ഉന്നതരായ CPIM നേതാക്കന്മാർക്ക്. കാരണം ഈ സംസ്ഥാനത്തെ പല CPM നേതാക്കന്മാരുടെയും കോടാലിക്കൈയായി പ്രവർത്തിച്ച ഒരാളാണ് ശ്രീമാൻ എ പത്മകുമാർ. അത് ശബരിമല സ്വർണ്ണക്കടത്ത് കേസിലോ ഈ ശബരിമലയിൽ സ്ത്രീപ്രവേശവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിലോ മാത്രമല്ല, നിങ്ങൾക്കറിയാം പമ്പയിലെ മണൽ കൊള്ള അടക്കമുള്ള നിരവധി കാര്യങ്ങളിൽ ഈ പലരുടെയും കോടാലിക്കൈയായിരുന്നു. അതുകൊണ്ടാണല്ലോ പത്മകുമാർ ഇവരെയൊക്കെ ദേവതുല്യന്മാരായി വിശേഷിപ്പിച്ചു. ദൈവതുല്യരായ ആൾക്കാർ പറഞ്ഞതുകൊണ്ടാണ് താൻ ഇത്തരം ചെയ്തത് എന്നൊക്കെയുള്ള പത്മകുമാറിന്റെ പറച്ചിലും ഇതിന്റെയൊക്കെ ഭാഗമാണ്. അതുകൊണ്ട് എ പത്മകുമാറിനെ സംരക്ഷിക്കുക ഇല്ല, നമ്മൾ സാധാരണ പറയില്ലേ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന അവസ്ഥയിലാണ് CPIM എത്തപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അത് കേരളത്തിൽ നമുക്ക് വലിയൊരു രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ CPIM-ന് എത്ര കാലം പത്മകുമാറിനെ സംരക്ഷിച്ചു നിർത്താനാകും എന്ന ഒരു ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഇത്രയും വലിയ ഒരു സാമൂഹ്യ പ്രശ്നത്തിന് കാരണക്കാരായിരുന്നവർ ആരാണ് എന്ന് പത്മകുമാറിന് അറിയാം. അപ്പോ പത്മകുമാറിന് ഏതെങ്കിലും തരത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയാൽ അതേസമയം പത്മകുമാറിനെ സംരക്ഷിച്ച് നിർത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ജനരോഷം, ഇപ്പോൾ CPIM-ന്റെ ജില്ലാ കമ്മിറ്റിയിൽ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പത്തനംതിട്ട ജില്ലയിലെ പാർട്ടിയുടെ ഒരു അന്തക വിത്ത് പോലും എ പത്മകുമാറാണ് എന്ന തരത്തിലുള്ള ചർച്ചകളാണ് അവിടെ നടന്നു വരുന്നത്. അപ്പൊ സ്വാഭാവികമായും പത്മകുമാറിനെ സംരക്ഷിച്ചാൽ പത്തനംതിട്ട പാർട്ടിയുടെ കാര്യത്തിൽ തീരുമാനമാകും, പത്മകുമാറിനെ പുറത്താക്കിയാൽ CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ കാര്യത്തിലും തീരുമാനമാകും. അങ്ങനെ വലിയൊരു ഊരാക്കുടുക്കിൽ എന്തായാലും CPM ചെന്നുപെട്ടിട്ടുണ്ട്. ഒറ്റ ചോദ്യം കൂടി ശ്രീ സന്ദീപ് വാചസ്പതി, ഭരണം മാറി പ്രതിപക്ഷത്തിരുന്ന് ഈ വിഷയങ്ങളൊക്കെ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയവരാണിന്ന് അധികാരത്തിന്റെ അപ്പകഷ്ണമൊക്കെ നുണയുന്നത്. എന്തെങ്കിലും ഒരു ആത്മാർത്ഥമായ ഒരു സാഹചര്യം രണ്ട് വിഷയങ്ങളിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്? ഉണ്ടായില്ല എന്ന് ഇപ്പോ ഒരു മാസമേ ആയിട്ടുള്ള എങ്കിലും നമ്മളുടെ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ. കാരണം എന്തായിരുന്നു ഇവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം, അല്ലെങ്കിൽ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ ഉയർത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു? ഒരു രീതിയിലും ശബരിമല കേസ് എഴുതിത്തള്ളുന്ന കാര്യത്തിൽ ഇപ്പോ ഇവരായാണല്ലോ സ്വർണം കട്ടത് ആരപ്പ എന്നുള്ള പാട്ടുമായി കേരളം മുഴുവൻ നിറഞ്ഞു നിന്നല്ലോ. ഇന്നേ വരെ അതിൽ ഇപ്പോ നോക്കൂ, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ KSRTC-യിൽ സ്ത്രീകൾക്ക് നാമമാത്രമായെങ്കിലും സൗജന്യ യാത്ര അനുവദിക്കാനൊക്കെ തിടുക്കപ്പെടുന്ന ഒരു സർക്കാർ അവരുടെ അധികാരത്തിന് കാരണമായത് സത്യത്തില് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഇപ്പോൾ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യും, CBI അന്വേഷണം വേണം, സ്വർണം കട്ടത് ഇവരാണ് എന്നൊക്കെയുള്ള വ്യാപകമായി പ്രചരിപ്പിച്ചതിന്റെ ഗുണഭോക്താക്കൾ കൂടിയാണ് കോൺഗ്രസുകാര്. പക്ഷെ അവരിപ്പോൾ അതേപ്പറ്റി ഒന്നും മിണ്ടുന്നില്ല. ദേവസ്വം മന്ത്രി മിണ്ടുന്നില്ല, ആഭ്യന്തരമന്ത്രി മിണ്ടുന്നില്ല, മുഖ്യമന്ത്രി മിണ്ടുന്നില്ല, മന്ത്രിസഭ ഒന്നടങ്കം നിശബ്ദമാണ്. അതുകൊണ്ട് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിൽ നിന്ന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യം എന്തായാലും ഇപ്പോൾ നിലവിലില്ല. യെസ്, വളരെ നന്ദി ശ്രീ സന്ദീപ് വാചസ്പതി.